ആക്ടേഴ്സ് ഒരുപാട് പേര് ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ അതിലേക്കൊന്ന് ചെല്ലാൻ വേണ്ടി മെന്റലിസ്റ്റുകളുടെ സഹായം തേടാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഇല്ല. അത് എന്ത് കഥാപാത്രത്തിലേക്ക് വേണ്ടിയിട്ടും ആരുമായിട്ട് വേണമെങ്കിലും മാറി. ഇപ്പോൾ ഒരു ക്യാമറമാനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ആങ്കറെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുമായി കുറേ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വാക്കുകൾ പടപടപടാന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യാമറമാൻ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രഗിളുകൾ, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് അയാളുടെ മുമ്പിൽ ഈ ക്യാമറയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അയാൾക്ക് വേറെ ചിന്തകളുണ്ട്. അതെല്ലാം ഒരാൾ മനസ്സിലാക്കിയിട്ട് അയാൾ ഈ കഥാപാത്രമാകാൻ പോകുന്ന ആൾ അതാണെങ്കിൽ അത് ഒബ്സർവ് ചെയ്യണ്ടേ. ഇത്തരമല്ലാതെ വേറൊന്നുമില്ല. ഇപ്പോൾ ഒരു മെൻ്റലിസം ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റേജ് മാനേജ് ചെയ്യുന്ന ഒരു തിയേറ്ററിക്കൽ പെർഫോം ചെയ്യുന്ന ഒരാളെ വെച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുമായിട്ട് വന്ന് ചോദിച്ച് സംസാരിച്ച് ചെയ്യും. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മെൻ്റലിസ്റ്റുകളും ഇത് തെറ്റിദ്ധാരണാപരമാണ്. ഒരു കൊമേഡിയൻ, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സിംഗർ എന്ന് പറയുന്നത്, ഒരു മെൻ്റലിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം ഒരേപോലെയാണ്. പക്ഷേ ഇതിനകത്ത് ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വക ചോദ്യങ്ങൾ പോലും വരേണ്ടി വരുന്നത്.